ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ റബീഉൽ അവൽ ഒരു പക്ഷേ ഇന്ന് അവസാനത്തെ രാത്രിയായിരിക്കും. അല്ലാഹു തആല ഇനിയും ധാരാളം റബീഉൽ അവലുകളെ അഭിമുഖീകരിക്കുവാനും ഹബീബിൻ്റെ അപദാനങ്ങൾ പാടുവാനും പറയുവാനും എല്ലാത്തിനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബിനെ പറ്റി പറഞ്ഞാൽ എത്ര പറഞ്ഞാലും എത്ര പറയണ്ട്. മാഷാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് സംസാരിക്കുന്നു, അന സയ്യിദു വൽദി ആദം യൗമൽ ഖിയാമ. അന ഞാൻ, സയ്യിദു വുൽദി ആദം. ഇവിടെ മനുഷ്യന്മാരെന്ന് പറഞ്ഞ ആദം നബിൻ്റെ മക്കളല്ലേ. ആദം നബിയുടെ മക്കളുടെ നേതാവ് ഞാനാണ് പറയാൻ ക്വാളിഫിക്കേഷനുണ്ട്. ഇത് പണ്ട് മണ്ടൻ ഫറോബ പറഞ്ഞമായി അന റബ്ബുക്കുമുൽ അലാറല്ലേ, വെറുതെ പൊട്ടവാദല്ലത്. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. അപ്പോൾ അന്ത്യനാളിലെ സയ്യിദുള്ളൂ അല്ല, അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുഹും ഫിദ്ദുന്യ വൽ ആഖിറ. ആഖിറത്തിലും ദുന്യാവിലും മനുഷ്യരുടെ നേതാവാണല്ലോ മുത്തുനബി. പിന്നെന്താ പറഞ്ഞത് യൗമൽ ഖിയാമ പറയാൻ കാരണം മഅനാഹു അന്നഹു യൽഖറു യൗമൽ ഖിയാമത്തി. അന്ത്യനാളിലാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ സിയാദത്ത്, ആ നേതാവിത്വം, ആ മേധാവിത്വം ശരിക്ക് ലാഹിറാവുക. എല്ലാ മനുഷ്യരും നഫ്സി നഫ്സി നഫ്സി. അബുൽ ബഷർ ആദം അലൈഹിസ്സലാം വരെ എൻ്റെ ശരീരം എൻ്റെ ശരീരം എന്ന് പറഞ്ഞു നടക്കുമ്പോൾ ഒരു വ്യക്തി മാത്രം സ്വന്തത്തെ പറ്റി ഒരു പേടിയും ബേജാറും ഇല്ലാതെ എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത് പറഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ ഏക നബിയാണ്. അതാണ് ഹമാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം ശിഫാറശ തുടങ്ങണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ചോദ്യവും സുആൽ ഹിസാബ് തുടങ്ങണമെങ്കിൽ ഹബീബ് ഷഫാഅത്ത് തുടങ്ങണം, അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്യണം. അല്ലാതെ അനങ്ങൂല. എന്താ സ്ഥാനം? നാളെ ആഖിറത്തിൽ ഒരു കൂസലുമില്ലാത്തയാള് ആരാണ്? ഹമാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദുന്യാവിലോ? ദുന്യാവിൽ ബാഹ്യമായിട്ട് വേറെ കുറെ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ. ബിഖിലാഫി ദുന്യ ഫഖദ് നാസഅഹു ഫിഹാ മുലൂകുൽ കുഫാരി വസുഅമാഉൽ മുശ്രിക്കീന. ഇഷ്ടം പോലെ ആളുകളുണ്ട്. ലാഹിറിൽ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, പല ഐറ്റംസ്. എന്നാൽ ആഖിറത്തിൽ ഒരു നേതാവായിട്ട് നമ്മളെ നേതാവ് മാത്രമുള്ളൂ. അല്ലാഹു തആല ശഫാഅത്ത് നമുക്ക് നൽകട്ടെ. അപ്പോൾ സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താ? പല മായനുണ്ട്. അതിലൊരു മായനാണെന്ന് അറിയോ? ഹുവല്ലദീ യുഫ്സഉ ഇലൈഹി ഫിൻ നവാഇബി വശദാഇദി ഫയഖൂമു ബിഉമൂരിഹിം. പ്രതിസന്ധി വേളകളിൽ അണയപ്പെടാൻ പറ്റിയ ആള്, അങ്ങനെ ആള് ഇവരെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കും. അതാണ് സയ്യിദ് പറഞ്ഞത്. അപ്പോൾ ദുനിയാവിലെയും ആഖിറത്തിലെയും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ഹബീബിലേക്ക് അണയാം. കാരണം സയ്യിദാണ്. മാഷാ അല്ലാഹ്. അത് ഹയാത്ത് കാലത്ത് മാത്രമൊന്നുമല്ല,
ആഖിറത്തിലെയും ദുന്യാവിലെയും സയ്യിദാണ്. ദുന്യാവിൽ എന്ന റസൂലുള്ളാഹിന്റെ 63 കാലത്താ, അത് മാത്ര അത് വഹാബി പറയുള്ളൂ. അഹ്ലുസുന്ന പറയില്ല. ഹയാത്തി ഖൈറുൽ ലക്കും വമമാത്തി ഖൈറുൽ ലക്കും. അപ്പോൾ ആഖിറത്തിൽ എൻ്റെ നബി ആ നബി ആ നബി ആ റസൂലല്ലാഹ് രക്ഷിക്കണേ എന്ന് പറയില്ലേ? പറയും. അതേപോലെ ദുന്യാവിലും യാ നബി എൻ്റെ നബി എൻ്റെ നബി യാ റസൂലല്ലാഹ്. ബുഖാരിയിൽ ഒരു ഹഡിങ് തന്നെയുണ്ട്. കാല് കോച്ചിയാൽ എന്താ വിളിക്കേണ്ടത്? എന്താ സ്വഹാബിയോട് യാ റസൂലല്ലാഹ്. സ്വഹാബത്തിന് വിശപ്പ് വന്നു, ചില സ്വഹാബികൾക്ക് ജൂഅ്. അപ്പോൾ ഖബറിങ്ങൾ പോയി യാ റസൂലല്ലാഹ് അൽ ജൂഅ്, വിശക്കണോ നബിയേ? അന സയ്യിദു വൽദി ആദം ഫിദ്ദുനിയ വൽ ആഖിറ. മാഷാ അല്ലാഹ്. അല്ലാഹു തആല ഉന്നതമായ സ്ഥാനത്തിൽ അല്ലാഹുവിൻ്റെ ഹബീബിനെ ഇറക്കിയേക്കാണ്. അതിന് അസൂയ കാട്ടിനും കാര്യമില്ല. ആര് അസൂയ വഹാബിയൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഒരു പവറ് വേറെ പ്രവാചകന്മാർക്കൊന്നുമില്ല. ഇങ്ങനെ പറയുമ്പോൾ വേറെ ഹദീസ് ഉണ്ടല്ലോ, ലാ തുഫല്ലിലൂനി ബൈനൽ അംബിയാ. എൻ്റെ ഉമ്മത്തെ അംബിയാക്കന്മാർക്കിടയിൽ എനിക്ക് നിങ്ങൾ ഫള് നൽകരുത്, തഫ്ളീൽ നൽകരുത്, എന്നെ പൊക്കി പറയണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന് കുറേ മറുപടി ഉണ്ട്. അതിലൊരു മറുപടി ഖാലഹു, അല്ലാഹുവിൻ്റെ ഹബീബ് ഇങ്ങനെ പറഞ്ഞത് ഖബ്ല അയ്യഅലമ അന്നഹു സയ്യിദു വൽദി ആദം. മനുഷ്യരുടെ നേതാവാണെന്ന വിവരം ഹബീബിന് ലഭിക്കുന്നതിന് മുൻപാണ് റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിലോ ഖാലഹു അദബൻ വതവാളുഅ. അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ വിനയത്തിലും അദബിലും പറഞ്ഞതാണ്. അങ്ങനെയല്ലേ? റസൂലുള്ളാഹിൻ്റെ മുൻകാലക്കാര പ്രവാചകന്മാരെ ഓരോ അവരെ ജാനിബിലേക്ക് നോക്കും. ഞാൻ കുറേ ബാക്കിൽ വന്നല്ലേ, ആ നിനക്ക് തവാളു നിനക്ക് പറഞ്ഞതാണ്. അല്ലെങ്കിലോ എനിക്ക് നിങ്ങൾ തഫ്ളീലാക്കി ബാക്കിയുള്ളവരെ മോശാക്കരുത് വായനാക്ക് പറഞ്ഞതാണ്. കണ്ടല്ലേ? പല മറുണ്ട് കാണോ. ഇന്നമാ ഹുവ അന്നൽ മൻഹിയ ഇന്നമാ അന്നന്നഹിയ ഇന്നമാ ഹുവ അൻ തഫ്ളീലിൻ യുഅദ്ദി ഇലാ തൻഖീസിൽ മഫ്ളൂലി. അതാണത്. അങ്ങനെ കുറേ മറുപടി ഉണ്ട്. അല്ലെങ്കിൽ ഇതിനെ പറയാൻ നമുക്ക് പോകും. അപ്പോൾ അന സയ്യിദു വൽദി ആദം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് സുമ്മൽ അൽഹംദുലില്ലാഹ്. ആ ഹബീബിൻ്റെ ഉമ്മത്തിൽപ്പെട്ടവനാണല്ലോ ഈ സാധുവായ ഈ വിവരമില്ലാത്ത ഞാനും. എത്ര സന്തോഷം നമുക്ക്. കഴിഞ്ഞിട്ടില്ല. നാളെ പുനരുദ്ധാരണ ദിവസത്തിൽ ആദ്യമായി ഖബർ പൊട്ടി ഭൂമുഖത്തേക്ക് ഞാനാണ് വരിക. അന അവ്വലുന്നാസി ഖുറൂജൻ ഇദാ ബുഇസു. ലിവാഉൽ ഹംദി യൗമൈദിൻ ബിയദി. ലിവാഉൽ എന്ന പതാക നിന്റെ കയ്യിലായിരിക്കും. ഇതൊന്നും ഫഖ്ർ വലിയ പറയില്ല, ഉള്ളത് പറയാണ്. വ അവ്വലു ഷാഫിഇൻ, റെക്കമെൻഡ് ചെയ്യുന്നവരിൽ കാരണം ഷാഫിങ്ങൾ പറയണ്ടല്ലോ, സ്വാലിഹ്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, ആലിമീങ്ങളൊക്കെ. ആദ്യത്തെ ഷാഫി ഞാനായിരിക്കും. വവ്വലു മുഷഫഇൻ, ആദ്യം ശിഫാർശ ചെയ്യുന്നയാളും അങ്ങനെ ഷഫാഅത്തിന് അർഹത ലഭിക്കുന്നയാളും ആദ്യത്തെയാൾ ഞാനായിരിക്കും.
വീണ്ടും അന അക്സറുൽ അംബിയായി തബഅ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ തബഅൻ ബിഫത്ഹതൈനി ജംഉ താബിഇൻ ഐ അത്ബഅ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ധാരാളം അനുഗാമികളുള്ളവർ ഉമ്മത്തുള്ളവരും ഞാനായിരിക്കും. ലിഅന്ന ഉമ്മത്തഹു സുലുസാ അഹ്ലിൽ ജന്ന, ഹബീബിൻ്റെ ഉമ്മത്തെ സ്വർഗത്തിൽ 2/3 ഭാഗം ഞമ്മളാ. അപ്പം അധിക ഉമ്മത്തും താബീയങ്ങളും അച്ബാവും ആർക്കാണ്? ഞമ്മളെ മുത്തുനബിക്കാണ്. വഅന അവ്വലുമായി യഖ്റഉ ബാബൽ ജന്ന, ആദ്യമായി സ്വർഗത്തിൻ്റെ കവാടത്തിങ്ങൾ ചെന്ന് വാതിൽ മുട്ടി തുറക്കുന്നവൻ ഞാനായിരിക്കും. ആതി ബാബൽ ജന്നത്തി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഞാൻ സ്വർഗ കവാടത്തെങ്കിലേക്ക് ചെല്ലും. ഫസ്തഫ്തിഹു, ഞാൻ തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടും. ഫയഖൂലുൽ ഖാദിനു മൻ അൻത, ഉള്ളിന്ന് ചോദിക്കുക ആരാങ്ങള്? ഫഖൂലു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദ് നബിയരെ. അപ്പൊ ഖാദിന് പറയും, പാറാവുകാരൻ പറയും, ഫയഖൂൽ ബിക ഉമിർതു അല്ലാ അഫ്തഹ ലി അഹദിൻ, എന്നോട് ഖബലക, അങ്ങയുടെ മുൻപ് ഒരാൾക്കും തുറന്നു കൊടുക്കാൻ പാടില്ല എന്ന് എനിക്ക് കൽപ്പനയുണ്ട്, എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആരാ നമ്മളെ മുത്ത്? അന അവ്വലു ഷഫീഇൻ ഫിൽ ജന്ന, സ്വർഗത്തിലേക്ക് ആദ്യമായി ഷഫാഅത്ത് ചെയ്യുന്നവൻ ഞാനാണ്. അല്ലെങ്കിൽ സ്വർഗത്തിൽ കയറിയ ആളുകൾക്ക് ഉയർന്ന ദറജ എൻ്റെ ഷഫാഅത്ത് കൊണ്ടാണ്. ആദ്യമായി ഞാനാണ് അതിന് ദറജ ഉയരാൻ വേണ്ടി അങ്ങോട്ട് സ്വർഗത്തിൽ എത്തിയിട്ട് ഉയർന്ന ദറജ കിട്ടുവാനും ഹബീബിനോട് ഷഫാഅത്ത് ചെയ്യും നമ്മൾ. ലം യുസദ്ദഖ് നബിയ്യുൻ മിനൽ അംബിയാഇ മാ സുദ്ദിഖ്തു, എന്നെ വാസ്തവമാക്കപ്പെട്ട അത്ര ഒരു നബിയെയും തസ്ദീഖാക്കിയിട്ടില്ല, അഥവാ എനിക്കാണ് കൂടുതൽ ഉമ്മത്ത്. വഅന്ന മിനൽ അംബിയാഇ നബിയ്യൻ മാ സദ്ദഖഹു മിൻ ഉമ്മത്തി ഇല്ലാ റജുലുൻ വാഹിദ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരിൽ ഒരാൾക്ക് ഒരൊറ്റ മെമ്പറെ കിട്ടിയിട്ടുള്ളൂ, അങ്ങനത്തെ നബി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ ഉമ്മത്ത് ലഭിക്കുക. ഇങ്ങനത്തെ മുത്തുനബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം വരുമ്പോൾ സന്തോഷമല്ലാതെ ഫറഹും സുറൂറും ഇല്ലാതെ എന്തൊക്കെ ഒരു കീറാമുട്ടിയായിട്ട് ഒരു കൊയ്ന്തും അസൂയായിട്ട് നടക്കുകയാണ് നമ്മളെ വഹാബികൾ. ദൗർഭാഗ്യകരം, എന്ത് പറയാനാണ്? വല്ലാത്തൊരു തൗഫീഖില്ലായി. അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കട്ടെ, നമുക്കും പൂർണ്ണമായ ഹിദായത്ത് നൽകട്ടെ. അല്ലാഹു തആല ഇനിയും ഹബീബിനെ പറ്റി ധാരാളം പറഞ്ഞ് മഹബത്ത് ഉണ്ടാക്കാനൊക്കെ, അങ്ങനെ മഹബത്തിലൂടെ ജീവിച്ച് ആ മഹബത്തിലായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.